ഇത് ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ അസംബ്ലിയാണ്. ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ഊരിയെടുത്തതാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു 8-10 കിലോമീറ്ററൊക്കെ ആകുന്ന സമയം വണ്ടി തന്നെ ഓഫായി പോകും. പിന്നെ നമ്മൾ എത്ര തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാലും വണ്ടി സ്റ്റാർട്ടാകത്തില്ല. പിന്നെ നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു 10 കിലോമീറ്റർ ഓടിക്കഴിയുന്ന സമയത്ത് വണ്ടി പിന്നെയും ഓഫാവും. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകത്തില്ല. ഇതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റുമായിട്ടാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നത്. അങ്ങനെ നമ്മൾ ഈ വാഹനം ഓടിച്ചു നോക്കി. പക്ഷെ നമ്മൾ ഈ കിലോമീറ്ററുകൾ ഇത്ര ഒന്നും ഓടിച്ചു നോക്കിയില്ല. ഒരു 2-3 കിലോമീറ്ററാണ് വണ്ടി ഓടിച്ചു നോക്കിയത്. വണ്ടി അങ്ങനെ ഓഫായി പോകുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കസ്റ്റമറെ കൊടുത്തു വിട്ട് വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും കസ്റ്റമർ വണ്ടിയായിട്ട് വന്നു. ഇതേപോലെ 10 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ വണ്ടി ഓഫായി പോകുന്നെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കസ്റ്റമറെ ഇരുത്തിക്കൊണ്ട് തന്നെ വാഹനം ഓടിച്ചു നോക്കാൻ പോയി. അങ്ങനെ ഒരു 10 കിലോമീറ്ററൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വണ്ടി ഇതേപോലെ ഓഫായി പോകുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ കംപ്ലൈൻറ്റ് കിട്ടിയത്. അങ്ങനെ നമ്മൾ പ്ലഗ് നോക്കി, കോഡ് വയർ നോക്കി, പിന്നെ സെൻസറുകളെല്ലാം ചെക്ക് ചെയ്തു. അങ്ങനെ അതിനൊന്നും നമുക്ക് കംപ്ലൈൻറ്റ് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഫ്യൂൽ പമ്പ് ചെക്ക് ചെയ്തത്. അങ്ങനെ നോട്ടത്തിൽ അങ്ങനെ കുഴപ്പമൊന്നും കണ്ടില്ല. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇതിൻ്റെ ഇവിടെ ഒരു കളർ വ്യത്യാസം കണ്ടു. ഒരു മേളിലോട്ടൊരു കളർ വ്യത്യാസം. അതായത് ഈ ടാങ്കിനകത്ത് എപ്പോഴും പെട്രോൾ കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? അതായത് പെട്രോൾ കുറയുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഈ മോട്ടർ ചൂടാവും. നമ്മൾ ഏതൊരു ഇലക്ട്രോണിക് ഉപകരണം വർക്ക് ചെയ്യുമ്പോഴും അത് തണുപ്പിക്കാൻ വേണ്ടി കൂളിംഗ് ഫാനോ ഹീറ്റ് സിങ്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഉപകരണം അതിനകത്ത് കാണും. അതുപോലെ തന്നെയാണ് ഇതും. ഈ മോട്ടർ ചൂടാകാതിരിക്കാൻ ഇത് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് കിടക്കുന്ന പെട്രോളാണ്. ഈ മോട്ടർ മുങ്ങിക്കിടക്കാനകത്തുള്ള പെട്രോള് ഈ വണ്ടിക്കകത്ത് ഈ ടാങ്കിനകത്ത് ഇല്ലെങ്കിൽ ഈ മോട്ടർ ചൂടാവും. ചൂടായി കഴിയുമ്പോഴാണ് പെട്രോൾ വലിക്കാതെ ഈ മോട്ടർ നിന്ന് പോകുന്നത്. പിന്നീട് കുറേ സമയം കഴിയുമ്പോൾ മോട്ടർ തണുത്ത് പിന്നെ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പം സ്റ്റാർട്ടാകുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വണ്ടി ഓടിച്ചു നോക്കി. പക്ഷേ എന്നിട്ടും ആ കംപ്ലൈൻറ്റ് മാറിയില്ല. ഇതുപോലെ തന്നെ വണ്ടി ഓഫായി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഫ്യൂവൽ പമ്പ് ചേഞ്ച് ചെയ്തത്. ചേഞ്ച് ചെയ്തതിന് ശേഷം വണ്ടി ഞങ്ങൾ ഓടിച്ചു നോക്കിയപ്പോൾ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. കംപ്ലൈൻറ്റ്സൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ മോട്ടർ കുറച്ച് പ്രാവശ്യം അങ്ങനെ നിന്ന് പോയത് കൊണ്ട് ആ മോട്ടർ കംപ്ലൈൻ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് അത് ഫുൾ ടാങ്ക് അടിച്ചിട്ടും കംപ്ലൈൻറ്റ് മാറാഞ്ഞത്. അതുകൊണ്ട് മോട്ടർ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വാഹനങ്ങളുടെ പെട്രോൾ ടാങ്കിൽ എപ്പോഴും ഒരു ഹാഫ് ടാങ്ക് പെട്രോളെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഉണ്ടാകുകയില്ല. ചില വാഹനങ്ങൾക്ക് ഇത് മോട്ടർ മാത്രമായിട്ട് വരാറുണ്ട്. ചില വാഹനങ്ങൾക്ക് ഇത് അസംബ്ലി ആയിട്ടേ കിട്ടത്തുള്ളൂ. ഈ മോട്ടർ ആയിട്ട് വരുന്നതും ഈ അസംബ്ലി ആയിട്ട് വരുന്നതും രണ്ട് വില വ്യത്യാസം നല്ല രീതിയിലുണ്ട്. ഈ ഒരു അസംബ്ലിക്ക് തന്നെ ഏകദേശം 5000 സംതിങ് രൂപയാണ്. മോട്ടറിന് അത്ര വില വരത്തില്ല. മോട്ടറിന് 1000 രൂപ, 1500 ആ ഒരു റേഞ്ചേ വരത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ഒരു കംപ്ലൈൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളിതേപോലെ പെട്രോളിൻ്റെ ലാഭം നോക്കുന്ന സമയത്ത് മറുവശത്ത് ഇതേപോലുള്ള വലിയ നഷ്ടങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാം. ടാങ്കിൽ എപ്പോഴും പെട്രോൾ ഉണ്ടാകുന്നത് വാഹനങ്ങൾക്ക് നല്ലതാണ്. ഒന്നാമത് ഈ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് പിന്നെ ഉണ്ടാകത്തില്ല. രണ്ടാമതെന്ന് പറയുമ്പോൾ ടാങ്കിനകത്ത് തുരുമ്പ് കയറുന്നത് വളരെ കുറവായിരിക്കും. തുരുമ്പ് കയറുന്ന സമയത്ത് അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഇതിനകത്തൊരു ഫിൽട്ടറും ഉണ്ട്. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ ആ ഫിൽട്ടറും ബ്ലോക്കായി മോട്ടർ ഇതേപോലെ ഫ്യൂവൽ വലിക്കാതെ കംപ്ലൈൻറ്റ്സ് വേറെയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങൾ എത്രത്തോളം സൂക്ഷിക്കുന്നുവോ അത്രത്തോളം കംപ്ലൈൻറ്റ്സും കുറവായിരിക്കും. താങ്ക് യു.